പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷക ധനസഹായ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് 2000 രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ മറക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. 2000 രൂപ ലഭിക്കുന്ന നമ്മളും ഖദർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പൊതു ആപ്ലിക്കേഷൻ സർക്കാർ വികസിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഫാർമേഴ്സ് ID ക്രിയേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകരും ചെയ്യേണ്ടതുണ്ടോ? അതിൽ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണിത്. 2000 രൂപ വീതം നമുക്ക് വർഷം 6000 രൂപ, അതായത് 3 ഇൻസ്റ്റാൾമെൻറ്റുകളാണ് 2000 രൂപയുടെ ലഭിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്ന ചെറുകിട കർഷകർക്ക് അവർക്ക് കാർഷിക അനുബന്ധ മേഖലയിൽ ലഭിക്കുന്ന ഒരു സാമ്പത്തിക സഹായമാണ് കിസാൻ സമ്മാൻ നിധി. ഇത് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായമാണ്. ഇതുകൂടാതെ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ പദ്ധതികളുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ, അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിലുണ്ടായ ഉഷ്ണതരംഗം ഈ ഒരു സമയത്ത് നമ്മളുടെ വിളകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ കർഷകർക്ക് ഉണ്ടായ നഷ്ടം ലഘൂകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അതായത് വിളനാശ പരിഹാരമായിട്ട് ഒരു അപേക്ഷ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ധനസഹായം ഉൾപ്പെടെ ഇപ്പോൾ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളെല്ലാം ഇനി ഖദർ ആപ്ലിക്കേഷനിലേക്ക് മാറ്റുകയാണ്. ഇനി അത് മാത്രമല്ല, കർഷകരുടെ കൃഷിഭൂമിയും അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളകളുമെല്ലാം ഇൻഷുർ ചെയ്യുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ട വിവിധ കാർഷിക ഉപകരണങ്ങൾ അത് 50% സബ്സിഡിയിൽ പാതി വില കർഷകർ നൽകി കഴിഞ്ഞാൽ ബാക്കി പകുതി വില കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിട്ട് നമുക്ക് കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ. ഇനി അതോടൊപ്പം തന്നെ നമുക്കൊക്കെ 60 വയസ്സൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത പ്രായമൊക്കെ കഴിയുമ്പോഴേക്കും അപകട ഇൻഷുറൻസ് ആണെങ്കിൽ അത്തരം പരിരക്ഷകൾ, അതല്ല എങ്കിൽ ജനറൽ ഇൻഷുറൻസ് പോലുള്ള വിവിധ കാര്യങ്ങൾ, അതല്ലെങ്കിൽ പെൻഷൻ പോലുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം ഉപകരിക്കുന്ന ഒരു പ്രധാന ഏകീകൃത സംവിധാനമായിട്ട് ഖദർ ആപ്ലിക്കേഷൻ മാറ്റപ്പെടുകയാണ്. ഖദർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിനെ നമുക്ക് സമീപിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. കർഷകർ തങ്ങളുടെ ഡീറ്റെയിൽസ്, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ കൃഷി മേഖലയുമായി സംബന്ധിച്ച അവരുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ മാപ്പിൽ അവരുടെ കൃഷി സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന വിവിധ ക്രമീകരണങ്ങൾ ഖദർ ആപ്ലിക്കേഷനിലുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർഷകനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നൽകി ഈ ഖദർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായിട്ട് നടപ്പിലാക്കുന്ന കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിനും അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് സ്വീകരിക്കുന്നതിനും ഈ ഖദർ ആപ്ലിക്കേഷനിലുള്ള രജിസ്ട്രേഷൻ അനിവാര്യമായി മാറും. ഭാവിയിൽ അത് നിർബന്ധമാകും. ഇപ്പോൾ എല്ലാവരോടും ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ നമ്മളുടെ ആധാർ, കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, കർഷകൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഖദർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സമയത്തും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ അപേക്ഷയ്ക്ക് പിന്നീട് ഇതിലുള്ള ID കൃത്യമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ്, അതായത് 100 രേഖകളുമായിട്ട് കൂടി നടക്കേണ്ട ആവശ്യമില്ല. ഖദർ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള മുൻപത്തെ വിവരങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗവൺമെൻറ് സ്വീകരിച്ച് അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. താല്പര്യമുള്ള എല്ലാവരും ഖദർ ആപ്ലിക്കേഷൻ എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.